മലയാളികൾക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. ഒന്നാം ഓണമെന്നാണ് ഉത്രാട നാളിനെ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. തിരുവോണ ദിനത്തിന്റെ തലേ ദിവസമായതിനാൽ തന്നെ മലയാളികൾക്ക് വളരെ തിരക്കേറിയ ദിവസമായിരിക്കും ഇത്. ഒന്നാം ഓണത്തെ കുട്ടികളുടെ ഓണമെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളുമുണ്ട്. കുട്ടികൾ ആഘോഷിക്കുകയും മുതിർന്നവർ തിരുവോണം ആഘോഷിക്കുന്നതിനായുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഓടി നടക്കുകയും ചെയ്യും. ഇതിനെയാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. തിരുവോണത്തിന് മാവേലി തമ്പുരാനെ വരവേൽക്കാൻ അവസാനഘട്ട ഒരുക്കങ്ങൾക്കായി മലയാളികൾ ഇറങ്ങുന്നത് ഉത്രാട ദിനത്തിലാണ്. എല്ലാം വാരിക്കൂട്ടി എല്ലാം ചെയ്തു തീർക്കാനുള്ള തിടുക്കത്തെയാണ് ഉത്രാടപ്പാച്ചിൽ എന്നതുകൊണ്ട് പൊതുവെ അർത്ഥമാക്കുന്നത്. അടുക്കളയിലേക്ക് വേണ്ട വിഭവങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ ഉൾപ്പെടെ ഈ ദിവസമായിരിക്കും വാങ്ങുക. കൂടാതെ തിരുവോണ സദ്യയിലേക്ക് വേണ്ട ചില വിഭവങ്ങളും ഉത്രാട ദിനത്തിൽ രാത്രിയിൽ തന്നെ തയ്യാറാക്കി വെക്കും. ഉപ്പേരി, പുളിയിഞ്ചി, പലതരം അച്ചാറുകൾ എന്നിവയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതും ഉത്രാട ദിനത്തിലാണ്. അതുമാത്രമല്ല, തിരുവോണ ദിവസത്തിലേക്ക് വേണ്ട കറികൾക്കൊക്കെ പച്ചക്കറികൾ ഉൾപ്പെടെ നന്നാക്കി വെക്കുന്നതും ഉത്രാട രാത്രിയിലായിരിക്കും. ഉത്രാട ദിനത്തിലെ പൂക്കളത്തിനും വലിയ സവിശേഷതകളുണ്ട്. ചിലയിടങ്ങളിൽ വലിയ പൂക്കളത്തിനൊപ്പം മണ്ണുകൊണ്ട് തൃക്കാക്കരയപ്പന്റെ രൂപം ഉണ്ടാക്കി വെക്കും. ഉത്രാട ദിവസം രാത്രിയാകുമ്പോഴേക്കും തിരുവോണ ദിനത്തിൽ ഇടേണ്ട പൂക്കളം ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളും തുടങ്ങും. ചിലയിടങ്ങളിൽ തിരുവോണ ദിവസമാണ് വലിയ പൂക്കളം ഇടാറുള്ളത്. അതേ ദിവസം ക്ഷേത്രങ്ങളിലും ഉത്രാട ദിനത്തിൽ പലതരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ വാഴക്കുലകൾ കാഴ്ചവെക്കും. ഇതിനെയാണ് ഉത്രാട കാഴ്ചയെന്ന് വിളിക്കുന്നത്.